നമ്മുടെ ദുനിയാവിൽ എവിടെ പോയാലും നമ്മുടെ ഫാമിലിയും കൂടെ ഒപ്പം കൂട്ടാനായിരിക്കും എല്ലാവരും ആഗ്രഹിക്കുകയാണ്. അതേപോലെ നമ്മുടെ പ്രവാസികൾ മാസാമാസം 6000 ദിർഹംസ് വെച്ചിട്ട് മാറ്റി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി ഒപ്പം കൂട്ടി നമുക്ക് ഇവിടെ തന്നെ താമസിക്കാം. അതും ഒരു 2 ബെഡ്റൂം അപ്പാർട്ട്മെന്റിൽ ഗവൺമെന്റ് ഡെവലപ്മെന്റ് കഴിഞ്ഞു. ഷാർജയില് മുബൈലയിൽ വരുന്ന ഈ ഒരു 2 ബെഡ്റൂം അപ്പാർട്ട്മെന്റ് എങ്ങനെ സ്വന്താക്കാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 1400 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഈ ഒരു 2 ബെഡ്റൂം അപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലാക്കി ക്ലോസ്ഡ് കിച്ചൺ ആണ് വരുന്നത്. നേരെ പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് റൂം ഉണ്ട് വിത്ത് അറ്റാച്ച്ഡ് ബാൽക്കണിയോട് കൂടിയത്. നമ്മൾ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ ഒരു പൗഡർ റൂം കൂടെ വരുന്നുണ്ട്, അതായത് ഒരു ഗസ്റ്റ് വാഷ്റൂം. പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ 2 അറ്റാച്ച്ഡ് ബെഡ്റൂം വരുന്നുണ്ട് വിത്ത് വർക്കിംഗ് ക്ലോസറ്റ്. ഇത് കൂടാണ്ട് നമുക്കൊരു ലോണ്ടറി റൂം കൂടെ അഡീഷണൽ ആയിട്ട് വരും. ഇതിന്റെ പേയ്മെന്റ് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞു. ഈ ഒരു അപ്പാർട്ട്മെന്റ് ടോട്ടൽ വാല്യൂ വരുന്നത് നമുക്ക് 1.4 മില്യൺ ദിർഹംസ് അടുപ്പിച്ചിട്ടാണ്. പക്ഷെ നിങ്ങൾ 3 വർഷം കൊണ്ട് ആകെപ്പാടെ 30% മാത്രം കൊടുത്താൽ മതി. ബാലൻസ് വരുന്ന 70% നമുക്ക് ഹാൻഡ് ഓവർ സമയത്ത് നമുക്ക് മോർഗേജ് ത്രൂ പോകാൻ പറ്റും. അതായത് ഇനീഷ്യലി നമ്മൾ ഒരു 5% മാത്രം ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി. അതായത് ഒരു 69,000 ദിർഹംസ് ആണ്. പിന്നെ ഒരു മാസത്തിനുള്ളിൽ ഒരു 69,000 ദിർഹംസ് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ 10% കംപ്ലീറ്റ് ആയി. ബാക്കി വരുന്ന ഒരു 20% നമുക്ക് 3 മാസം കൂടുമ്പോൾ 19,000 ദിർഹംസ് വെച്ചിട്ട് 14 ക്വാർട്ടേഴ്സിലേക്കാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മാസാമാസം 6,000 ദിർഹംസ് വെച്ചിട്ട് മാത്രം പേയ്മെന്റ് ചെയ്താൽ മതി. ബാലൻസ് വരുന്ന ഒരു 70% നമ്മൾ മോർഗേജ് ഇടുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് 6,000 ദിർഹംസ് തന്നെ EMI വരുന്നുള്ളൂ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ആദ്യത്തെ 10 കഴിഞ്ഞിട്ട് മാസാമാസം 6,000 ദിർഹംസ് വെച്ചിട്ട് മാത്രം പേയ്മെന്റ് ചെയ്തോളൂ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു 2 ബെഡ്റൂം അപ്പാർട്ട്മെന്റ്സ് പോകും. അപ്പൊ ഇത്രയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഈ ഒരു പേയ്മെന്റ് പാറ്റേണിൽ നിങ്ങൾക്ക് ഇന്നൊരു വീട് മേടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു വീട് മേടിക്കാനേ ഇനി പറ്റില്ല. അപ്പൊ ഈ ഒരു അപ്പാർട്ട്മെന്റ് പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ താഴെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ.